ഹലോ, നമ്മൾ തിരുവമ്പാടിയിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പറമ്പ് കാണാൻ പോയതിൻ്റെ. നമ്മളവിടെ ഒരു കിണറൊക്കെ കുഴിച്ച് നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നല്ല ഹാപ്പിയായി അതൊക്കെ കണ്ടപ്പം. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഒരു നഴ്സറിയിൽ നിന്ന് കുറേ തൈകളൊക്കെ നമ്മൾ മേടിച്ചായിരുന്നു, പറമ്പിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ നല്ല മഴേൻ്റെ ടൈമല്ലേ. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, ഒരു മയിൽ പോകുന്നത് കാണുന്നുണ്ട് നിങ്ങൾ. നമ്മുടെ മുറ്റത്ത് കൂടി നടന്നു പോയ മയിലാട്ടോ. അപ്പോൾ ഇപ്പോൾ മഴേൻ്റെ ടൈം ആയതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈയൊക്കെ വാങ്ങി വെക്കുകയാണ്. പ്ലാവും മാവും തെങ്ങൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് നല്ല വേരൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ നമ്മുടെ ദിലീപിൻ്റെ പടത്തിലെ മാതിരി കാറ് നിറച്ചും തൈകൾ, ഇതാ മാവൊക്കെ പൂത്ത് നിൽക്കുന്ന കേട്ടോ. കുഞ്ഞി കണ്ണിമാങ്ങയൊക്കെ ഉണ്ട്. എൻ്റെ തലേൻ്റെ പുറകെ കണ്ടോ സപ്പോട്ട കായ്ച്ച് നിൽക്കുന്നു, സപ്പോട്ടയൊക്കെ തൂങ്ങിക്കിടക്കുന്നു. പിന്നെ തെങ്ങുണ്ട്, പേര, ചാമ്പ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കടപ്ലാവ്, ചിലിമ്പി, പിന്നെ നമ്മുടെ കറിവേപ്പ്, പിന്നെന്താ പറയുക, കടച്ചക്കയില്ലേ, കടച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു, നമ്മുടെ റംബ്യൂട്ടാന്, പിന്നെ അബിയു, പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് വെറൈറ്റി പ്ലാവുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാമായിട്ടുള്ള യാത്രയാണ് നിങ്ങളീ കാണുന്നത്. ഞങ്ങളുടെ പുറകിലും സൈഡിലും എല്ലാം പല പഴവർഗ്ഗങ്ങൾ കായ്ച്ച് കിടക്കുന്നുണ്ട്. ഒരുവിധം പേരയെല്ലാം തന്നെ എല്ലാം തന്നെ കായ്ച്ച് നിൽക്കുന്നതായിട്ട് നമ്മളെടുത്ത്. അന്ന് മിനിഞ്ഞാന്ന് നമ്മൾ കിണറൊക്കെ കണ്ട് തിരിച്ച് വരുന്ന വഴി കുറച്ച് ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പോകുന്ന വഴി നഴ്സറിയിൽ നിന്ന് കയറി കുറച്ചും കൂടി വാങ്ങി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചക്ക ചിപ്സ് എടുത്ത് കഴിച്ചതാണ്. അപ്പോൾ ദേ ഋതുക്കൂട്ടൻ അതെടുത്തിട്ട് ഓരോന്നെൻ്റെ വായിൽ വെച്ച് തരിക. എനിക്കതൊന്ന് കഴിക്കാനുള്ള ഗ്യാപ്പ് തരുന്നില്ലെന്ന്. കടിക്കുമ്പോഴത്തേക്ക് അവൻ അടുത്ത പീസ് വെച്ച് തരും. ലാസ്റ്റ് ഇത് കൈ നിറച്ചൊക്കെ വാരി വായിലേക്ക് വെച്ചിട്ട് അടിച്ച് കയറ്റുന്നുണ്ട്, ആപ്പടിച്ച് കയറ്റുന്ന മാതിരി. അതുകൊണ്ട് എനിക്ക് വായ അടയ്ക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ അവൻ വിരലും കൊണ്ട് വന്ന് തള്ളിക്കയറ്റുകയാണ് അകത്തേക്ക്. അമ്മയോട് ഇത്രയും സ്നേഹമുള്ളൊരു മകനെ വേറെ എവിടെ കാണാൻ കിട്ടും. അവനോ കഴിക്കാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ അമ്മയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോഴല്ലേ കഴിക്കുന്നത്. അതങ്ങ് ആത്മാർത്ഥമായി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അവനങ്ങ് അടിച്ച് കയറ്റുകയാണ് വായിലേക്ക്. അവനെന്നിട്ടത് കണ്ടിട്ട് ചിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കൈ കൊട്ടി കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം പറമ്പിൽ കൊണ്ടുപോയിട്ട് നടണം. അതിനുള്ള ഫുൾ സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.